ഒരു ആടപ്രഥമൻ പായസം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ അട അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേകണം. ഇതേപോലെ വെന്തതിന് ശേഷം അട അങ്ങോട്ട് കോരിയെടുക്കും. ഇനി ഇത് നേരെ കുറച്ച് പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഒരു 2-3 വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മാറി മാറി ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. ചീൽപ്പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ആലത്തിട്ടുണ്ട്. ഇത് നമ്മൾ താത്ത് വെക്കുകയാണ്. ഇനി ഇതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിയെടുക്കട്ടെ. ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കളർ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അട ഈ നെയ്ക്കകത്ത് ഇട്ടു. 2-3 മിനിറ്റ് ചെറിയ തീയിൽ ആ നെയ്ക്കകത്ത് ഇതൊന്ന് വഴറ്റി. ഈ ശർക്കരപ്പാനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് അട ഇതേപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവ് ചുക്കുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ കൊടുത്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനൊരു അരപ്പാത്രം 2 പാലുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊരല്പം നെയ്യോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടത് കുറുകി വരുന്നുണ്ട്. നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം നെയ്യോട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്യാവശ്യത്തിന് നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണ് പായസത്തിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റൊക്കെ കൂടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1-ാം പാലോട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കട്ടക്കുള്ള തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് വാങ്ങി അങ്ങ് വെക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള. ഇനി നമുക്ക് അടുപ്പങ്ങ് നിർത്താം. ഇതൊന്ന് ഇളക്കി ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് ആടപ്പുറത്തെ അങ്ങോട്ട് ഒഴിക്കുക. ഒരു ടേസ്റ്റ്, കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്.